ഹലോ ഹായ് നമസ്കാരം. വൺസ് അഗെയിൻ ടേസ്റ്റി തോട്ട്സിൻ്റെ നല്ല ചിന്തകളുമായിട്ട് വരുന്ന ടേസ്റ്റി തോട്ട്സിൻ്റെ പേജിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ മുന്നേ ഇതുമാതിരി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് ഈ വർഷം കുറച്ചധികം സ്കോളർഷിപ്പുകൾ ഓൾ ഇന്ത്യ ബേസിൽ നടക്കുന്നുണ്ട്. പലർക്കും അതിനെക്കുറിച്ച് കൂടുതൽ ന്യൂസോ അവയർനെസ്സും ചിലപ്പോൾ ഉണ്ടാകില്ല. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഇതെല്ലാം നോർത്തിൽ നിന്ന് വരുന്ന ഓൾ ഇന്ത്യ ബേസുള്ളതാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആരും അപ്ലൈ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇത് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ട്. ഞാനിതുമാതിരി റിലയൻസിൻ്റെ ഫൗണ്ടേഷൻ്റെ ഒരെണ്ണം എൻജിനീയറിംഗ് BDS സ്റ്റുഡൻസിനൊക്കെ വേണ്ടി ചെയ്തിരുന്നു. അവർക്കെല്ലാം അത്യാവശ്യം മാർക്ക്, ഒരു ആവറേജ് മാർക്ക് മതി, 70% അത്ര വലിയ മാർക്കല്ല. അങ്ങനെയുള്ളവർക്ക് കിട്ടി, 50,000 രൂപ കിട്ടിയ അനുഭവം എനിക്കുണ്ട് കഴിഞ്ഞ വർഷം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നല്ല നല്ല വീഡിയോകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക എൻ്റെ പേജ്. ഇപ്പോൾ പ്രസൻറ്റ് ജൂലൈ 15 ക്ലോസ് ചെയ്യുന്ന ഒരു ഇതിനെക്കുറിച്ചാണ്, സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ദിസ് ഈസ് സ്പെഷ്യലി ഓൺലി മെയ്ഡ് ഫോർ ഗേൾസ് ഓൺലി. അതായത് ഇത് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള അപ്ലൈ ചെയ്യാൻ മാത്രമായിട്ടുള്ളൊരു ഇതാണിത്. പെൺകുട്ടികൾക്ക് മാത്രമാണ് വേണ്ടുമെന്ന് പറയുന്നു. ഇത് അണ്ടർ ഗ്രാജുവേറ്റ്സിന് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. BTech, BSc, BCom, അതിൽ BA വരില്ല. BSc, BCom, BTech ഇത്രയും കോഴ്സുകൾ, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക്, അതായത് BTechകാർക്കൊക്കെ ഇയർലി 60,000 വരെ മാക്സിമം അവർ കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് അവരുടെ ഏതാണ് കോളേജ് ഫീ അവരുടെ ഇത് വരുന്നത് അതിനനുസരിച്ച് ഒരു എമൗണ്ടാണത് കൊടുക്കുന്നത്. 1 ഇയറിൻ്റെ 2 സെമ്മിൻ്റെ പൈസ എത്ര വരുന്നെങ്കിൽ അത്രയാണ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം 60,000 വരെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ചാൻസ് കളയാതിരിക്കുക. ഇത് ലേഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ CSR ഫണ്ട് അവരുടെ ഇതിൽ നിന്ന് അവർ ചെയ്യുന്നതാണ്. എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഇത് ഓൾ ഇന്ത്യ ബേസാണ്. ഇതിൽ വളരെ കുറച്ച് മാനദണ്ഡങ്ങളേ ഉള്ളൂ. മിനിമം നമ്മൾ +2-ൽ 70% മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക്, മിനിമം 70% സ്കോർ ചെയ്ത പെൺകുട്ടികൾക്കാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ വേണ്ടത് ഈ വർഷം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ജോയിനിങ് അഡ്മിറ്റ് കാർഡ്, അല്ലെങ്കിൽ കോളേജ് ID, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള അത് ഒരു എവിഡൻസ്, നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ്. ഒപ്പം അവിടുത്തെ കോളേജ് ഫീയുടെ ഒരു ലിസ്റ്റും ആണ് പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം സർട്ടിഫിക്കറ്റാണ്. കാരണം ഇത് 2.5 ലക്ഷത്തിൽ താഴെ ഇൻകം, വാർഷിക വരുമാനമുള്ള ഫാമിലിയിൽ നിന്നുള്ള കുട്ടികൾക്കാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ 2.5 ലക്ഷത്തിൽ താഴെയുള്ളവർക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ജൂലൈ 15 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് ഒരു 8 ദിവസം കൂടിയുള്ളൂ, ഒരു വീക്കും കൂടിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്കിത് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്കിത് ഹെൽപ്പ് ചെയ്ത് തരാം, എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം. അപ്ലൈ ചെയ്ത് തരാൻ എനിക്ക് സാധിക്കും. നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് നിങ്ങൾ എനിക്ക് ഓൺലൈനിൽ അയച്ചു തന്നാൽ മതി. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഇനിയും വരുന്നുണ്ട് സ്കോളർഷിപ്പുകൾ. ഇതേപോലെ അണ്ടർ ഗ്രാജുവേറ്റ്സിനും PG സ്റ്റുഡൻസിനും ഒക്കെയുള്ള സ്കോളർഷിപ്പുകൾ നെക്സ്റ്റ് മന്ത് വരുന്നുണ്ട്. പല ഡേറ്റുകളായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ വരുന്നതനുസരിച്ച് ഞാൻ ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി അവസാനിക്കുന്നു. താങ്ക് യു. ഇതെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കിലേക്ക് എത്തിക്കുക. മറ്റുള്ളവർക്കൊരു ഉപകാരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.